നമസ്കാരം. വെറുതെ പഴി കേൾക്കുന്ന ചൊവ്വ. ചൊവ്വ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ആദി വന്നു ചേരും. ഒട്ടേറെ അബദ്ധധാരണകൾ ചൊവ്വയെപ്പറ്റി നിലവിലുണ്ട്. എത്ര സുന്ദരിയായാലും ധനമുള്ളവൾ ആയാലും ചൊവ്വാദോഷമുള്ളവൾ എന്ന് കേൾക്കുമ്പോൾ പലരും നെറ്റി ചുളിയുന്നതായി കാണാറുണ്ട്. ചൊവ്വ ദാമ്പത്യ ജീവിതം നഷ്ടപ്പെടുത്തുന്നു എന്ന് പരാമർശിക്കാറുണ്ട്. ധാരാളം യുവതികളുടെ ദാമ്പത്തിക സ്വപ്നങ്ങളെ തകർത്തെറിഞ്ഞവനാണ് എന്ന ചീത്തപ്പേർ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു. എന്താണ് ചൊവ്വക്ക് ഇത്രയും പ്രസക്തി? അല്പം കാര്യങ്ങൾ പ്രതിപാദിക്കുകയാണ്. അല്പം പോലും ജ്യോതിഷം പഠിക്കാത്തവരാണ് ചൊവ്വാദോഷത്തിൻ്റെ അവതാരകർ ആകാറ്. നാട്ടിൻപുറത്ത് പ്രചാരത്തിലുള്ള പല ആശയങ്ങളും ജ്യോതിഷത്തിൻ്റേതായി ഉയർത്തിക്കാട്ടുന്നു. എന്നിട്ട് ജ്യോതിഷത്തെ ക്രൂശിലേറ്റുന്നു. ഇഷ്ടമില്ലാത്ത വിവാഹം ചൊവ്വയുടെ പേരും പറഞ്ഞ് ഒഴിവാക്കുന്നു. ഈ സന്ദർഭം മനസ്സിലാക്കുന്നതിന് നമുക്കല്പം ജ്യോതിഷറിവ് ആവശ്യമാണ്. 12 കള്ളികളോടുകൂടിയ ചതുരാകൃതിയിൽ വരക്കുന്നതാണ് രാശിചക്രം. ഈ 12 രാശികൾ മേടം, എടവം, മിഥുനം, കർക്കടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം എന്നിങ്ങനെ പേരോടുകൂടിയാകുന്നു. 9 ഗ്രഹങ്ങളിൽ ഒന്നാണ് ചൊവ്വ. പാപഗ്രഹങ്ങൾ, ശുഭഗ്രഹങ്ങൾ എന്നിങ്ങനെ ഗ്രഹങ്ങളെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. അശുഭ ഫലത്തെ സൂചിപ്പിക്കുന്നവ എന്നാണ് പാപഗ്രഹം എന്നതിൻ്റെ അർത്ഥം. അതായത് ചൊവ്വ, സൂര്യൻ, ശനി, രാഹു, കേതു എന്നിവയാണ് പാപഗ്രഹങ്ങൾ. ഇതിൽ ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നവനാണ് കുജൻ എന്ന ചൊവ്വ. ഇക്കാരണത്തിലാണ് ചൊവ്വ ഭയങ്കരനായി ചിത്രീകരിക്കുന്നത്. എന്നാൽ ശുഭഗ്രഹങ്ങൾ 7 നിന്നാലും ചൊവ്വ ചെയ്യുന്നതിനേക്കാൾ ദോഷം ചെയ്യും. എന്നിട്ടും ചൊവ്വയെ എല്ലാവരും പഴിക്കുന്നു. മകരത്തിൽ വ്യാഴം, വൃശ്ചികത്തിൽ ശുക്രൻ, എടവത്തിൽ ബുധൻ, മീനത്തിൽ ശനി, കന്നിയിൽ വ്യാഴം ഇവ 7-ാം ഭാവത്തിൽ ശുഭയോഗ ദൃഷ്ടികളില്ലാതെ നിൽക്കുന്നതും ശുക്രന് പാപമധ്യസ്ഥിതിയും ശുക്രൻ്റെ 4-ലും 8-ലും പാപന്മാർ, 5-ൽ ക്ഷീണചന്ദ്രൻ ഇതും ഭാര്യ മരണ ലക്ഷണങ്ങളാണ്. ചൊവ്വ 7-ലും 8-ലും നിൽക്കുന്നത് കാണുമ്പോൾ ആരും പരിഭ്രമിക്കരുത്. ചൊവ്വ മേടം, കർക്കിടകം, വൃശ്ചികം, മകരം, തുലാം എന്നീ രാശികളിൽ നിന്നാൽ ദോഷമില്ല. ചൊവ്വയുടെ കൂടെ വ്യാഴം നിന്നാൽ ദോഷമില്ല. ചൊവ്വ 7-ാം ഭാവാധിപതിയായി 7-ൽ നിന്നാൽ ചൊവ്വാദോഷമില്ല. ചൊവ്വാദോഷമുള്ള ജാതകം വന്നാൽ പാപസമയങ്ങളോടൊപ്പം 2 ജാതകങ്ങളിലും ദീർഘായുർ യോഗമുണ്ടോ, സന്താന ലാഭത്തിനും സമ്പദ് സമൃദ്ധിക്കും സാധ്യത കാണിക്കുന്ന യോഗമുണ്ടോ എന്നെല്ലാം പരിശോധിക്കണം. 2 പേരുടെയും സ്വഭാവരീതി യോജിച്ചതാണോ, സ്വഭാവത്തിൽ വൈരുദ്ധ്യങ്ങളുണ്ടോ തുടങ്ങിയവയും പരിശോധിക്കണം. കാരണം ജനിച്ച് വളർന്ന വീടും പരിസരവും വിട്ട് മറ്റൊരു അപരിചിത ലോകത്തെത്തുമ്പോൾ മാറിയ പരിസ്ഥിതിയുമായി ഇണങ്ങിച്ചേരാനുള്ള വിശാലഹൃദയവും സൗമനസ്യവും ഉണ്ടാകണം. കൂട്ടുകുടുംബസ്ഥിതി അസ്തമിച്ചതും ദാമ്പത്യ ജീവിതം പടിയുയർത്തുന്നവർക്ക് ആദ്യഘട്ടങ്ങളിൽ പലതരം വൈഷമ്യങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. കുട്ടികളുടെ പൗരുഷ്യം, മുൻകോപം, ശൗര്യം, അഹംഭാവം, സംശയബുദ്ധി, മാറാരോഗങ്ങൾ എന്നിങ്ങനെയുള്ള സംഗതികൾ വിവാഹത്തിന് മുമ്പേ മാറ്റിയെടുക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. പൂർവജന്മങ്ങളിൽ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ നമുക്ക് ഗ്രഹങ്ങളിലൂടെയാണ് ലഭിക്കുന്നത്. എന്തൊക്കെ തെറ്റുകളും പാപങ്ങളും ചെയ്തിട്ടുണ്ടെന്നും അതുകൊണ്ട് എന്ത് ശിക്ഷയാണ് ലഭിക്കാൻ പോകുന്നതെന്നും സാധാരണക്കാർക്ക് അറിയാനാവുകയില്ല. അത് മുൻകൂട്ടി അറിയാൻ ജ്യോതിഷം പഠിച്ച ആൾക്കാർക്കേ അറിയാൻ കഴിയുകയുള്ളൂ. അത് അറിയുന്നതിന് വേണ്ടിയാണ് ജ്യോതിഷം ഉപയോഗിക്കുന്നത്. മാതാപിതാക്കൾ കുട്ടികൾക്ക് ചൊവ്വാദോഷമുണ്ടെന്നറിഞ്ഞാൽ ജാതകം എടുത്തൊരു ജ്യോത്സ്യരെ സമീപിച്ച് എത്ര വയസ്സ് വരെയാണ് വിവാഹകാലം, എങ്ങനെയുള്ള ഭർത്താവിനെയാണ് കിട്ടുക, വിട്ടുവീഴ്ച ചെയ്യണമോ, പഠിപ്പിന് മുൻതൂക്കം കൊടുക്കണമോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം.
മന്ത്രസിദ്ധി ലഭിച്ചവനും സർവോപരി ദൈവാധീനവുമുള്ള ഒരു ജ്യോതിഷന്മാർക്ക് ജാതക പരിശോധനയിലൂടെ കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ കഴിയും. ഗണിതജ്ഞനായ ജ്യോത്സ്യന്മാരുടെ അടുത്ത് മാത്രമേ സമീപിക്കാവൂ. കാരണം ചൊവ്വാദോഷത്തെപ്പറ്റി ഭിന്ന അഭിപ്രായങ്ങളാണ് ജ്യോതിഷന്മാർക്കുള്ളത്. അതുകൊണ്ട് ഒരാൾ ചേരുമെന്ന ജാതകം മറ്റുള്ളവർ പറ്റുകയില്ല എന്ന് പറഞ്ഞു കാണാറുണ്ട്. കാരണം വെറുതെ റിസ്ക് എടുക്കണ്ട എന്ന് ജ്യോത്സ്യനും വിചാരിക്കും. ചൊവ്വ എത്രത്തോളം ദോഷം ചെയ്യും, അല്ലെങ്കിൽ ദാമ്പത്തിക ഹാനി എത്ര ശതമാനം ഉണ്ടാകുമെന്നത് ശരിയായി മനസ്സിലാക്കാൻ ഏറെ ജ്യോതിഷ സിദ്ധാന്തം ഉപയോഗിച്ചുള്ള വിചിന്തനം ആവശ്യമാണ്. എന്നാൽ ഇന്ന് ഇത് വേണ്ട പോലെ നടക്കുന്നില്ല. ഇതിൻ്റെ ഫലമായി ജ്യോതിഷവും ചൊവ്വയും കുറ്റാരോപിതരായി കഴിയേണ്ടി വരുന്നു. ചൊവ്വ ഒന്നിനെയും നശിപ്പിക്കുന്നില്ല, കടുത്ത ദാമ്പത്തിക ഹാനി സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചൊവ്വ ജീവിത പങ്കാളിയെ നശിപ്പിക്കുന്നവനാണ് എന്നതാണ് ആരോപണമെങ്കിൽ അതിൽ നിന്ന് വിവാഹം മുടക്കിയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. വിവാഹം നടക്കാതെ നശിപ്പിക്കാനാവില്ലല്ലോ. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.